episode of Ifash. കുറേ കാലം ആയിട്ടില്ല. എന്നാലും നമ്മള് വീഡിയോസ് ഇടാൻ നല്ലോണം ലേറ്റ് ആവുന്നുണ്ട് അല്ലേ? കുറച്ച് നല്ല നീണ്ട ഇടവേളൊക്കെ ആയി. ഇടയിലിടയിൽ ഇങ്ങനെ ലേറ്റ് ആവുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് വീഡിയോ ഏതായിരുന്നു? ലാസ്റ്റ് നമ്മൾ കല്യാണത്തിന്റെ വീഡിയോസ്. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണോ? പിന്നെ നമ്മള് വീഡിയോസ് ഇടുന്നില്ലെങ്കിൽ പോലും സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ മെല്ലെ മെല്ലെ കൂടുന്നുണ്ട്. താങ്ക് യു ഫോർ ദ സബ്സ്ക്രൈബേഴ്സ്. നമ്മളിപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇനിയും ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണ്? ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളൊരു ചലഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ചലഞ്ച് എന്താണ്? ജിൻസ് ചാലഞ്ച്, ടെലിപതി ചാലഞ്ച് പോലെ മനപ്പൊരുത്തം. നമ്മള് കളി മനപ്പൊരുത്തം നോക്കുന്നത്. അപ്പൊ നമുക്ക് ചാലഞ്ചിലേക്ക് പോകാം. പറയാമോ? സോ നമ്മുടെ ജിൻസ് ചാലഞ്ചിന് വേണ്ടിയിട്ടുള്ള സംഭവത്തെ നമ്മുടെ അനിയത്തിമാരും ഇപ്പൊ റെഡിയാക്കി വെച്ചതാണ്. അപ്പൊ എന്താണ് ഈ ചാലഞ്ച് എന്ന് ഒന്നും കൂടെ പറയാം. ഇതില് 20 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് ഓരോ കാര്യം, ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട്സ് ആണെന്ന് വിചാരിക്കുക. നമ്മളൊരു സംഭവം എടുക്കുമ്പോൾ അതിൽ ഫ്രൂട്ട്സ് ആണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം നമുക്ക് മനസ്സിൽ വരുന്ന ഫ്രൂട്ട് ഏതാണോ ഒരു ഫ്രൂട്ട് പറയാം. ഒപ്പം പറയാം. ആ രണ്ടും ഒപ്പം പറയുന്നത് സെയിം ഫ്രൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് 1 2 3 പറയുമ്പോൾ നമുക്ക് ആരെങ്കിലും ഫ്രൂട്ടില് ആപ്പിൾ ഞങ്ങൾ ഒപ്പം പറഞ്ഞു വെച്ചെങ്കിൽ ഞങ്ങൾ ജയിച്ചു. അങ്ങനെ അപ്പൊ ഫസ്റ്റ് മനസ്സിലേക്ക് വരുന്നത് ഏതാണോ അത് ഒപ്പം പറഞ്ഞേ എന്താണ് മനപ്പൊരുത്തം ഉണ്ടാവും, അതാണ് ജിൻസ്. അപ്പൊ ജിൻസായി അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഇത് ജസ്റ്റ് ഒരു ചാലഞ്ച് ഫണ്ടായിട്ട് എടുക്കാം. ഓക്കെ, ആദ്യം അവർക്ക് കാണിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്. Okay, friend. Okay. Ready? 1 2 3 start. നമുക്ക് രണ്ടാൾക്കും അറിയണേ ഇതിപ്പോ നമ്മള് ഫ്രണ്ട്സിന് ഓപ്പൺ ചെയ്തു. ഇപ്പൊ ഈ ഫ്രണ്ട്സിനെ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ എന്റെ പേരത്തെ എന്റെ പേരത്തെ അങ്ങനെ അങ്ങനെയല്ല, നമുക്ക് ഏതാണോ കിട്ടണത് അതെന്ന് പറയാം, അത്രേ ഉള്ളൂ. ഇന്ത്യ തന്നെ പറയണമെന്നില്ല, നമുക്ക് രണ്ടാൾക്കും അറിയണത് പറഞ്ഞാൽ മതിയല്ലോ. അറിയാനില്ല. അയ്യോ, അപ്പൊ ഒന്നും കൂടെ ഫ്രണ്ട്സ് പറയാം. ആരും പറയാനേ ആരെയും പറയാം, പക്ഷെ എനിക്കും കൂടെ അറിയുന്ന ആളാവണം. ഞാൻ പറയുന്നത് ഇക്കാക്ക് കൂടെ അറിയുന്ന ആളാവണം. Ready? 1 2 3. Ready? 1 2 3 start. Answer. അയ്യോ, ഫ്രണ്ട്സ് നമ്മള് ജിൻസ് ആയില്ല. ഈ അടുത്തത് Animal. Ready? 1 2 3 start. Cat. ഗൈസ്, അപ്പോൾ ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഒരു ക്രാഫ്റ്റ് പേജിന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഗിഫ്റ്റ് ക്രാഫ്റ്റ് എല്ലാം അതിൽ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അയച്ചു തന്നതാണ്. സോ ഇത് എന്റെ ഫ്രണ്ട് അയച്ചു കൊടുത്താണ്. അടിപൊളിയായിട്ടുണ്ട് ഗിഫ്റ്റ്. സോ ഗ്രീഷ്മ, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ദിസ് പ്രഷ്യസ് ഗിഫ്റ്റ്. സോ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം. പക്ഷെ ഞങ്ങൾ എന്തായാലും ഇതിൽ മെൻഷൻ ചെയ്യാം. അപ്പൊ നിങ്ങളത് നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ്. അപ്പൊ ഞങ്ങളത് തുറന്ന് റിവ്യൂ കാണിച്ചു തരാം. ഓക്കെ.
നെക്സ്റ്റ് വൺ. ഓക്കെ, എത്ര വിടുന്ന ഓണെങ്കിൽ ആക്ടർ. 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 റെഡി, 1 2 3 സ്റ്റാർട്ട്. ടൊവിനോ. അപ്പൊ അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് അപ്പൊ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറയും ചെയ്ത് ഞാൻ ഇന്ന് നമ്മള് കൂടുതൽ പറഞ്ഞാണ്. സബ്ജക്ട് വരുമ്പോ എന്തെങ്കിലും ഒരു സബ്ജക്ട്. സബ്ജക്ട് നമുക്ക് സ്കൂളത്തെ പറയാം. എന്ത്? മാത്സ്, ഫിസിക്സ് അങ്ങനെ കുറെ സ്കൂളത്തെ സ്കൂളിൽ പഠിച്ച. ഇപ്പൊ 10th വിചാരിക്കും. ഇഷ്ടമില്ലാത്ത ഇഷ്ടമുള്ള ഇഷ്ടമുള്ള നമ്മൾ രണ്ടാളും പറയാൻ വിചാരിക്കുന്ന ഒരു സബ്ജക്ട്. ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്ത പറയണ്ട. ഇഷ്ടമുള്ള ഞാൻ എന്താ വിചാരിക്കുന്നത് അതുപോലെ കോപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ സബ്ജക്ട് ഇതാക്കും. സബ്ജക്റ്റ് അല്ലേ? സബ്ജക്റ്റില് നമുക്ക് ലാംഗ്വേജിന് കുറെ ഉണ്ടല്ലോ. ലാംഗ്വേജിന് കുറെ ഉണ്ടല്ലോ. Ready? 1 2 3 start. English. മലയാളം. No. ചീറ്റി പോയി. ഇനി ഞാൻ എടുക്കുന്നത്. അപ്പൊ നമ്മൾ അഞ്ചാമത്തെ ഉണ്ടാവും. അപ്പോ അടുത്ത് കിട്ടിയിരിക്കുന്നത് ടൂത്ത് പേസ്റ്റോ. അടിപൊളി ടൂത്ത് പേസ്റ്റ്. ടൂത്ത് പേസ്റ്റ് എന്താണ് ഉദ്ദേശിക്കാൻ നമ്മള്? റെഡി, 1 2 3 സ്റ്റാർട്ട്. കോൾഗേറ്റ്. ഞാൻ അതിന് വിചാരിച്ചു. മാത്രം പക്ഷെ കോൾഗേറ്റിന് ഉദ്ദേശിച്ചു. പെട്ടെന്ന് ആർക്കും കോൾഗേറ്റ് തന്നെ കിട്ടുള്ളൂ. അതാണ് കോൾഗേറ്റ് എന്ന് പറയുന്നത്. ബാക്കി പ്ലീസ്. റെഡി, 1 2 3. റെഡി, 1 2 3 സ്റ്റാർട്ട്. മണാലി. പറയോ? വേറെ ഏതെങ്കിലും പ്ലേസ് മണാലി വരെ വിചാരിച്ചില്ല. അപ്പൊ ഓക്കെ, 2 മാർക്ക്. 2 3 മാർക്ക്. എങ്ങനെയാണോ ഫസ്റ്റത്തെ കോൾഗേറ്റ്. നമ്പർ ബിറ്റ്വീൻ 1 to 10. 1 to 10 അടുത്തുള്ള നമ്പർ. ഏതെങ്കിലും നമ്പർ. റെഡി, 1 2 3 സ്റ്റാർട്ട്. 7. സെവൻത്തിലൊക്കെ ഏകദേശം 7 ആയിരുന്നു. 7 എന്ന് പറഞ്ഞു. അറിയില്ലല്ലോ. 5 എന്താണ്? മിഡിൽ നമ്പർ. അങ്ങനെ എനിക്കറിയില്ല. മിഡിൽ നമ്പർ നടക്കുന്നത് നമുക്കറിയോ? ഞാൻ 4 പറയുന്നത് ചോദിച്ചു. ബർത്ത്ഡേ അല്ലേ? ഫുഡ്. അപ്പൊ ഫുഡ്. റെഡി, 1 2 3 അത് പറഞ്ഞു. അതിന് ഫസ്റ്റ് പറഞ്ഞു. കറക്റ്റില്ല. അപ്പൊ പറയുന്നില്ല. 1 2 3 സ്റ്റാർട്ട്. ഫുഡൊക്കെ എല്ലാം ഇഷ്ടമാണ്. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. പൊറോട്ട, ബീഫ്. ബിരിയാണി, മന്തി, അതൊക്കെ അല്ലേ എല്ലാം പറയണേ. ഫുഡല്ലേ, ഫുഡിലൊക്കെ ഇല്ലേ? ഞാനല്ലേ തന്റെ ഒക്കാനൊക്കെ കൂടി. കിച്ചൺ പാത്രങ്ങൾ, കിച്ചൺ യൂട്ടൻസിൽസ്. കിച്ചണിന്റെ പാത്രങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ട്? ഇതൊന്നും എനിക്ക്
എനിക്കറിയില്ല കഴിക്കുമ്പോ അതിന്റെ കഴിക്കണേ പ്ലേറ്റില് അങ്ങനെ അതുപോലെ തന്നെ അതന്നെയാണ് അതിന്റെ റെഡി 1 2 3 സ്റ്റാർട്ട് ക്ലാസ്. പക്ഷെ രസമുണ്ടല്ലേ നമ്മള് അറിയാണ്ട് പറയണേല് ഒപ്പം പറയുമ്പോ ഫ്ലവർ. റെഡി 1 2 3 സ്റ്റാർട്ട് റോസ്. നമുക്ക് എത്ര പോയിന്റായി? 4 പോയിന്റ്. എത്ര പിടിക്കായി എടുക്കണ്ട. എന്താ എപ്പോഴും എടുക്കാനാ പൊരിച്ചത്. എനിക്ക് എടുക്കുന്നു ചീറ്റി പോ. ഞാൻ എടുക്കണ്ട ഫിലിം മലയാളം ഫിലിം. റെഡി 1 2 3 സ്റ്റാർട്ട്. 1 അപ്പൊ രണ്ടാളെ മനസ്സിലും വന്നതാണ്. രണ്ടോ ഒരുമിച്ച് പറഞ്ഞാൽ 19 കളിയുള്ളൂ. നമുക്ക് 5 മാർക്ക് കിട്ടി. 5 മാർക്ക്. 5 മാർക്കായി. കളർ റെഡി 1 2 റെഡി 1 2 3 സ്റ്റാർട്ട്. വൈറ്റ്. പിങ്ക്. താഴെണ്ടോ കൊട്ടും പ്ലാസ്റ്റിക് വേണ്ടിട്ട് കാണോ? കാർസ്. അതാ ഞാൻ കൂടെ പറയുന്ന പോലത്തെ പറയണേ. എനിക്ക് പറയും എനിക്ക് ഏതാ ഉള്ളത് കമ്പുള്ളത് അത് പറയാം. Ready 1 2 3 start. ഓടി. എന്ത് മിനി കൂപ്പർ? ഓടി. ഇഷ്ടമുള്ള ഓടിയാണ്. ഓടി എടുക്കണം ഓടി എടുക്കണം. ഓടി അറിയാം. കാർ ഏതാന്ന് അറിയോ? മിനി കൂപ്പർ ഏതാ? മിനി കൂപ്പർ എനിക്ക് പറഞ്ഞു ഇഷ്ടം എടുക്കണം. കാറ് എന്താണ് കോലതാണ് കാറാണോ ചോദിക്കണേ? എനിക്കറിയാം കാറാണ്. അപ്പൊ ഓടി മിനി കൂപ്പറിന്റെ കാര്യം വേണ്ടിട്ടല്ലേ? ഇത് ജീൻസ് ചാലഞ്ചാണ്. അപ്പൊ മലപ്പുറത്ത് ഇഷ്ടമുള്ള കാറ് പറയണമെന്നൊന്നുമില്ല. മലപ്പുറത്തും നമുക്ക് ഏതൊരു പറഞ്ഞു വെച്ചൊരു കാറ് നമ്മളെ മനസ്സിൽ വരുന്നതാണ് മലപ്പുറത്ത്. ഓടിയങ്ങനെ പറഞ്ഞില്ല ഓർമ്മ ഉണ്ടാവും വിചാരിച്ചു. മിനി കൂപ്പർ കാണിച്ചു മിനി കൂപ്പർ പോകുമ്പോ കാണിച്ചു വെച്ചിട്ട് എന്താ തുടങ്ങി. ആപ്പ് റെഡി 1 2 3 സ്റ്റാർട്ട്. ഇൻസ്റ്റാഗ്രാം. വാട്ട് ബേബി ആകെ 4 മൊത്തം 5 മാർക്ക് കിട്ടിയിട്ടുള്ളൂ. ഞാനല്ലേ ചോക്ലേറ്റ്. മലപ്പുറത്തും പറയുമ്പോ മീൻസ് നമ്മളിപ്പോ ആരാ ഇഷ്ടം പറയും? രണ്ടാളും പറയുന്നു തോന്നുന്ന ഒന്നുകൊണ്ട് പറയാം. പിന്നെ ഇഷ്ടം മാത്രം നമ്മുടെ മനസ്സിക്ക് എന്താണോ ഫസ്റ്റ് വന്നത് അത് പറയാനുണ്ടാവും. റെഡി 1 2 3 റെഡി 1 2 3 സ്റ്റാർട്ട്. ഞാൻ പറയാൻ വന്നാണ് എന്താ ചെയ്യാ. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. റെഡി ചോക്ലേറ്റ്. അപ്പൊ ചോക്ലേറ്റ് പറയല്ലേ? റെഡി രണ്ടും പറഞ്ഞു. പറഞ്ഞോ അറിയാം. ഞാൻ ഒന്നുകൂടി എനിക്ക് ഇഷ്ടമുള്ളത്
എനിക്കിഷ്ടമുള്ളതോ ആ. അത് അറിയോ? ഉം. ഏത്? അത് ശരിയാ. ആ, ശരി. ഉണ്ടായിരുന്നല്ലോ. ആ റെഡി റെഡി 1 2 3 സ്റ്റാർട്ട്. Kinder Joy. ചോക്ലേറ്റ്. നമ്മൾ പറയുന്നത് ആൽഫബറ്റ് A to Z ഏതെങ്കിലും ഒന്ന്. റെഡി 1 2 3 സ്റ്റാർട്ട്. പറ. ഏതാ പറയുന്നത്? ഈ ഏത് പറയുന്നുണ്ടോ? റെഡി 1 2 3 സ്റ്റാർട്ട്. ഏയ് ഓ അപ്പൊ ഒന്നും കൂടെ. അപ്പൊ ഇനി പറയാൻ നോക്കട്ടെ. റെഡി 1 1 2 3 സ്റ്റാർട്ട്. ഐ. ഞാൻ പറയുന്നത് വേണ്ടേ? ഒപ്പം സ്പീഡിൽ പറ. നെക്സ്റ്റ് അപ്പൊ വൺ. ഇനി ഏതാ പറയാ? ഐ എന്റെ പേരിന്റെ നമ്മളിൽ കോമൺ ആയിട്ട് നമ്മൾ തെരഞ്ഞെടുത്ത ഒരു പേരിലൊരു അക്ഷരം ഉണ്ടല്ലോ. അത് ഇല്ലേ? റെഡി കോമൺ ആയി റെഡി കോമൺ ആയി. നമുക്ക് പേര് സെറ്റ് ചെയ്തതിൽ കോമൺ അക്ഷരം ഉണ്ടല്ലോ. റെഡി കിട്ടിയോ? റെഡി. കിട്ടിയോ? കിട്ടിയിട്ടില്ല. എന്നാ നോക്കാം. പക്ഷെ ഇത് കുറെ ക്ലൂ ഒക്കെ തന്നെ റെഡി 1 2 3 സ്റ്റാർട്ട്. എന്താ പിന്നെ പറയാ? സെറ്റ് ഇൻഷാല്ലാ ഇൻഷാല്ലാ. സർപ്രൈസ് കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റേ ട്യൂൺ. എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മന്ത് Ready? എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മന്തിനാണ്. അല്ല പിന്നെ നമ്മുടെ റമദാൻ വരാൻ പോവാണ് അല്ലേ? ഇപ്പൊ 2 ദിവസം കണ്ടിരുന്നല്ല നമ്മളൊന്നും അപ്ലോഡ് ചെയ്യാന്നറിയില്ല. അപ്പൊ ഇപ്പൊ ഇനി റമദാനൊക്കെ വരല്ലേ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ അഡ്വാൻസ് ഹാപ്പി റമദാൻ ആ വിശ്വസം കൂടി പറയാണ്. ഇപ്പൊ ഇതിടക്ക് അത് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു വിശ്വസം വരുള്ളൂ. അപ്പൊ നാളെ വരട്ടാന്ന് പറയുന്നില്ല. അപ്പൊ നമ്മളത് വെച്ച് നോക്കുമ്പോൾ ബുധനാഴ്ചയാണ് നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അടുത്ത ഇടിക്കുന്നത് മന്താണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഒക്ടോബർ. രണ്ടാളും തിരിച്ച് ഇതൊരു മനപ്പൊരുത്തമാണ്. എന്റെ ബർത്ത്ഡേ പറഞ്ഞ ഒക്ടോബർ, ഞാൻ അവളുടെ ബർത്ത്ഡേ മെയ് എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ മന്ത് പോയി. അത് എത്ര മാർക്കായി? കുറെ മാർക്ക് കിട്ടിയത് മാർക്ക് 6-7 മാർക്ക് കഴിഞ്ഞു. 5 6 കൗണ്ട് കണ്ടു. ഒന്നും കൂടെ എടുക്കും. ഒന്നും കൂടെ മടക്കിട്ട് ഒന്നും കൂടെ അപ്പൊ ലാസ്റ്റ് വൺ അതെ കണ്ടില്ലേ? ലാസ്റ്റ് വൺ കൺട്രി. കൺട്രി അതൊരുപോലെ പറയണേ. കൺട്രി. എനിക്ക് വളരെ ഇഷ്ടമുള്ള സ്ഥലമൊക്കെ ഉണ്ടോ? യുനോ അതിനോ കൺട്രിയോ? ഞാൻ പറയാ ഇന്ത്യ. ഇന്ത്യ. ഇന്ത്യ വിട്ടിട്ട് നമ്മള് പോലെ ഇന്ത്യ നമ്മളുടെ ഒരു നമ്മുടെ കൺട്രിയാണ്. അപ്പൊ അത് വിട്ട് കളിക്കാൻ പാടില്ല. ശരി നമ്മളിപ്പോ പറയാം. ഇന്ത്യ പറയാൻ പറ്റില്ല കേട്ടോ. റെഡി 1 2 3 സ്റ്റാർട്ട്. കാനഡ. എന്താ പറയുന്നത് നോക്കാനാണ്. എനിക്കറിയാൻ പറയുന്നത് അതാണ് ഞാൻ റെഡി റെഡി 1 2 3 സ്റ്റാർട്ട്. ഇത് കോളാക്കട്ടോ. ഞാൻ കാത്തുള്ളൂ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇത് കൊളാക്കാണ്. ലാസ്റ്റ് വണ്ണല്ലേ എന്തെങ്കിലും രസം വേണ്ടേ? ആലോചിച്ചോ? ശരിക്കും പിന്നെ
പിന്നെ ഒരു സ്ഥലം കൂടി ഉണ്ട്, നല്ല അടിപൊളി സ്ഥലം. ഇങ്ങനെ സംഭവങ്ങൾ, ഇങ്ങനെ സംഭവങ്ങൾ, ഇങ്ങനെ ഒരു സംഭവങ്ങൾ കാണുന്നു. കൺട്രിയോ? റെഡി 1 2 3 സ്റ്റാർട്ട്. ഇങ്ങനെ സ്ഥലം കണ്ടോ, ഇങ്ങനെ ടവറൊക്കെ ഉള്ള സ്ഥലം. റെഡി 1 2 3 സ്റ്റാർട്ട്. പാരീസ്. അതെങ്ങനെ ഫ്രാൻസ് വരെ? പാരീസ് അല്ലേ? പാരീസ് അങ്ങനെ ഫ്രാൻസ് ആവുക? ഓ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. പാരീസ് അപ്പൊ നമ്മുടെ ചാലഞ്ച് കൂടെ കഴിഞ്ഞു. കുറച്ചൊക്കെ അത്യാവശ്യമായി, കുറെയൊക്കെ ചളായി, ചെറിയ കൊളായി. എത്ര മാർക്കായി? 7 മാർക്കായിട്ടോ. കുറെ അത്യാവശ്യം ചെറിയ തരത്തിലൊരു അർത്ഥത്തില് അടിപൊളിയായിട്ട് മനപ്പുരുത്തായില്ലേ? അപ്പൊ നമ്മൾ കൊറേ ആയി വീഡിയോസ് ഇട്ടിട്ട്. നമ്മളതുമല്ല, നമ്മള് കല്യാണ വീഡിയോസ് ഒക്കെ കുറച്ച് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കുറെ ലേറ്റ് ആയത്. ഇപ്പൊ കിട്ടാനും നമ്മളെ ഇവിടെ ഭാഗത്തുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി എന്റെ ഭാഗത്ത് വരാനുണ്ട് കുറച്ചുകൂടി. അപ്പൊ അതും കൂടെ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു. കാര്യങ്ങളായിരുന്നു. ഷോപ്പിലാണെങ്കിലും എനിക്ക് പഠിക്കാൻ വേണ്ടി ക്ലാസ് കോളേജൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് മടി പിടിച്ചിട്ട് കൊറേയൊക്കെ പോയി ടൈം. അത് വേറെ കാര്യം. വീഡിയോ എടുക്കലുണ്ട് നമ്മള്. പക്ഷെ ഒന്നും എഡിറ്റ് ചെയ്യാനും ഉണ്ടാവില്ല, ഇടലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഓരോ ഭാഗത്ത് പോകുമ്പോൾ ഓരോ തരി കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് വീഡിയോസ്. പക്ഷെ ഒന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് അറ്റത്തൊക്കെ എത്തൂല. ഇപ്പുറത്ത് കൊത്താതെ കുറച്ച് വീഡിയോസ് ഉണ്ടാവും. പിന്നെ കുറെ പേര് നമ്മളോട് പല ചാലഞ്ച് ചെയ്യാനും ഓരോ കണ്ടന്റ് പറഞ്ഞിട്ട് അങ്ങനത്തെ വീഡിയോ ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് കുറെ പെൻഡിങ്ങിൽ ഇറക്കിയിട്ട് ഇൻഷാല്ലാ നമ്മളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഒന്നും നമ്മൾ മറന്നിട്ടില്ല. പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യാ. ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, എല്ലാവരും ഓർമ്മയിലുണ്ട് എന്ന് പറയാം. അപ്പൊ ഇൻഷാല്ലാ ഞങ്ങൾ നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഇൻഷാല്ലാ. അപ്പൊ ഓക്കെ, അസ്സലാമലൈക്കും. ഓക്കെ, സ്റ്റേ tuned. Stay tuned. Stay tuned. Okay. Okay. Bye. Bye. Yeah. Stay tuned. Okay.